ശ്രീ ജയശങ്കർ, ആദ്യ ചർച്ചയ്ക്ക് കളമൊരുങ്ങുകയാണ് നിയമസഭയിൽ. കഴിഞ്ഞ ഒരു മാസക്കാലമായി സംസ്ഥാന രാഷ്ട്രീയത്തെ പ്രക്ഷുബ്ധമാക്കിയ വിഷയങ്ങളിൽ മലപ്പുറം പരാമർശവും PR ആരോപണവും അടക്കമുള്ള കാര്യങ്ങൾ സഭയിൽ ചർച്ചയ്ക്ക് വരുന്നത് ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കുമോ? തീർച്ചയായിട്ടും ഭരണപക്ഷത്തിന് മറുപടി പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ സഭാതലത്തിൽ ഉയർന്നു വരും, പൊതുമണ്ഡലത്തിൽ ഉയർന്നു വരും. സഭയ്ക്ക് പുറത്ത് അതിനേക്കാൾ വിശാലമായ മറ്റൊരു ലോകമുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തിലേറെയായിട്ട് മാധ്യമങ്ങൾ നിരന്തരമായി ചർച്ച ചെയ്യുന്ന വിഷയമാണ്. മാധ്യമങ്ങൾ മാത്രമല്ല, സാധാരണക്കാർ തന്നെ, CPM പ്രവർത്തകരും അനുഭാവികളും സഹയാത്രികരും അടക്കം ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും അവരുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ രാത്രിയിൽ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പായിട്ട് MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി. അത്രയും നല്ല കാര്യം. പക്ഷേ അതിൽ ഉപരി പ്രശ്നങ്ങൾ നിൽക്കുകയുള്ളൂ. ഒരു ആളെ ആ ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റുന്നതുകൊണ്ട് ഇതുവരെ ചോദിക്കപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരവായി എന്ന് പറയാൻ പറ്റുകയില്ല. അദ്ദേഹത്തിൻ്റെ പല നടപടികളെക്കുറിച്ചും മുമ്പ് മുതലേ ആക്ഷേപമുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് ഈ വിഷയം ഉന്നയിച്ചിരുന്നു, KPCC പ്രസിഡന്റ് ഉന്നയിച്ചിരുന്നു, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉന്നയിച്ചിരുന്നു. വിവിധ മാധ്യമങ്ങൾ പല സമയങ്ങളിൽ ഇതേ വിഷയം ഉയർത്തിയിരുന്നു. അപ്പോഴൊക്കെ മുഖ്യമന്ത്രിയും ഭരണമുന്നണിയും ഈ വിഷയങ്ങളെ അവഗണിക്കും. ഏറ്റവും ഒടുവിൽ ഭരണപക്ഷത്തിൻ്റെ ഭാഗമായിരുന്ന മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരനായിരുന്ന ഒരു MLA പെട്ടെന്ന് വിമതനായി മാറുകയും ഇതുപോലെയുള്ള ചോദ്യങ്ങൾ നിരന്തരമായി ആവർത്തിക്കുകയും ചെയ്തപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഉത്തരം പറയേണ്ട ഒരു ബാധ്യതയുണ്ട്. അദ്ദേഹത്തെ മുന്നണിയിൽ നിന്ന് പുറത്താക്കി, അഥവാ അദ്ദേഹം മുന്നണിയിൽ നിന്ന് സ്വയം പുറത്തായി. പക്ഷേ ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ്. ഈ അൻവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ 75 മുതൽ 80 വരെ ശതമാനം കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് വ്യക്തിപരമായ പല താല്പര്യങ്ങളും ഇതിനകത്തുണ്ടാവും, ഉണ്ട് എന്ന് തന്നെ വിചാരിക്കും. എങ്കിൽ പോലും അദ്ദേഹം ഉയർത്തിയ പ്രശ്നങ്ങൾ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം ഉയർത്തിയ വിഷയങ്ങൾ പൊതുസമൂഹം കാലങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിന് ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പോൾ ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ഒഴിവാക്കിയെന്നുള്ളത് മാത്രം ചോദ്യങ്ങൾക്ക് ഉത്തരവാകുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് മുമ്പില്ലാത്ത രീതിയിൽ വലിയ അനൈക്യം അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഈ വിഷയത്തിലുണ്ടായി. ഘടകകക്ഷികൾ ഇദ്ദേഹത്തെ നിലനിർത്തുന്നതിനെതിരായ ശക്തമായ നിലപാട് കൈക്കൊണ്ടു. അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹത്തെ മാറ്റിയത്. പാർട്ടിക്കകത്ത് തന്നെ പല നേതാക്കന്മാരും ഇദ്ദേഹത്തെ ഇനി വച്ചു വാഴിക്കുക എന്നുള്ള അഭിപ്രായക്കാരുണ്ട്. പക്ഷേ അതിനൊന്നും ആരും ചെവി കൊടുത്തില്ല. പാർട്ടി സെക്രട്ടറി ആണെങ്കിലും മുഖ്യമന്ത്രി ആണെങ്കിലും ഇദ്ദേഹത്തെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ന്യായീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ പല ചെയ്തികളെയും അനുകൂലിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആളെ മാറ്റിയെന്നുള്ളത് മാത്രം പ്രശ്നങ്ങൾ തീരുന്നില്ല. പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, ഇവർ പിന്നീട് ഉയർത്തിയ പല വിഷയങ്ങളും, ഇപ്പോൾ മലപ്പുറം ജില്ലയെക്കുറിച്ചാണെങ്കിലും അതുപോലെ തൃശ്ശൂർ പൂരത്തെക്കുറിച്ചാണെങ്കിലും ഒക്കെ ഇവർ തിരിച്ച് കൊടുക്കുന്ന പ്രത്യുത്തരങ്ങൾ ഒട്ടും തന്നെ തൃപ്തികരമല്ല. അതാണ് മറ്റൊരു പ്രശ്നം. അപ്പോൾ ഈ വിഷയത്തെ സമുദായവൽക്കരിക്കാനുള്ള ഒരു ശ്രമം കൂടി പല ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. അത് അൻവറിനെ അനുകൂലിക്കുന്ന ചില വിഭാഗങ്ങളുടെ ഇടയിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്, മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. ഇത് ഒരു കാരണവശാലും ന്യായീകരിക്കാവുന്ന നീതീകരിക്കാവുന്ന കാര്യമല്ല. കാരണം ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയും ഇല്ലാണ്ടാവുകയും ചെയ്യും. പക്ഷേ ഈ നാട്ടിൽ വിവിധ ജനസമുദായങ്ങൾക്ക് ഇനിയും വളരെ കാലം ഇതുപോലെ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കേണ്ടതാണ്. അപ്പോൾ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമമൊന്നും ഒരു കാരണവശാലും വച്ച് പൊറിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശ്രീ ജയശങ്കർ, ഇപ്പോൾ ഇന്ന് ആദ്യം ചോദ്യോത്തര വേളയെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് പ്രതിപക്ഷം പ്രതിഷേധം ഉന്നയിച്ച ആദ്യ കാര്യം എന്ന് പറയുന്നത് ചോദ്യങ്ങളുടെ നക്ഷത്ര ചിഹ്നം ഒഴിവാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി നേരിട്ട് മറുപടി പറയുന്ന സാഹചര്യം ഒഴിവാക്കാൻ നിയമസഭാ സെക്രട്ടേറിയറ്റ് ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം വലിയ പ്രതിഷേധത്തിലേക്ക് ആദ്യ ദിനം കടക്കുന്നത്. അത് ജനാധിപത്യത്തിന്റെ മഹിമയില്ലാതാക്കുന്ന നിലപാട് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. ഇപ്പോൾ പക്ഷേ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് മുഖ്യമന്ത്രി നിലപാട് അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. ചോദ്യങ്ങളെ ഇത്രത്തോളം നിയമസഭയിൽ പേടിക്കേണ്ടതുണ്ടോ? അല്ല, നിയമസഭ എന്ന് പറയുന്നത് ഇപ്പോൾ പ്രധാനമായിട്ട് പഴയ പോലെ നിയമനിർമ്മാണം നടത്താനോ അല്ലെങ്കിൽ നിയമസഭയുടെ പരിധിയിലാണ് ക്യാബിനറ്റ് എന്നൊക്കെയുള്ള സങ്കല്പം തന്നെ മാറി. അത് പാശ്ചാത്യ രാജ്യങ്ങളിൽ തന്നെ മാറി. ഇപ്പോൾ ഈ നിയമസഭയുടെ അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ ശരിയായ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു ഡിബേറ്റിംഗ് ഹൗസായിട്ട് മാത്രമാണ്. അപ്പോൾ നിയമസഭയിൽ ഭൂരിപക്ഷം ഉള്ളിടത്തോളം കാലം, പ്രത്യേകിച്ച് കൂറുമാറ്റ നിരോധന നിയമം നിലവിലുള്ളിടത്തോളം കാലം സർക്കാരിനെ അട്ടിമറിക്കാനൊന്നും പ്രതിപക്ഷത്തിന് സാധിക്കില്ല. പക്ഷേ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ കൃത്യമായി ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു സ്ഥലമാണ് നിയമസഭ. അവിടെ അവർക്ക് പ്രധാനമാണെന്ന് തോന്നുന്ന ചോദ്യങ്ങൾക്കാണല്ലോ നക്ഷത്ര ചിഹ്നം കൊടുക്കുന്നത്. നക്ഷത്രം ഇടണോ വേണ്ടോ തീരുമാനിക്കുന്ന അതാത് മെമ്പറാണ്. അതിൻ്റെ പ്രാധാന്യം പരിഗണിക്കേണ്ട ഉത്തരവാദിത്വം നിയമസഭാ സെക്രട്ടേറിയറ്റിന് തീർച്ചയായിട്ടും ഇല്ല. അത് അവരുടെ ഭാഗത്തുനിന്നുള്ള അമിതാധികാര പ്രയോഗമാണെന്ന് മാത്രമല്ല, സ്പീക്കറുടെ ഏകാധിപത്യ പ്രവണതയായിട്ട് കൂടി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. കാരണം നിയമസഭാ സെക്രട്ടറിയിലിരിക്കുന്ന ഏതെങ്കിലും ഗുമസ്തന്മാരല്ല. അതിൻ്റെ ഉത്തരവാദിത്തം പറയേണ്ടത് നിയമസഭാ സെക്രട്ടറിയും അതിനേക്കാൾ കൂടുതലായിട്ട് സ്പീക്കറുമാണ്. സ്പീക്കറുടെ കീഴിലാണ്
നിയമസഭാ സെക്രട്ടറി. അപ്പോൾ അവിടുത്തെ ഏതെങ്കിലും ഒരു ഗുമസ്തൻ ശരിയായിട്ടാണെങ്കിലും തെറ്റായിട്ടാണെങ്കിലും തീരുമാനം എടുത്ത അതിൻ്റെ ഉത്തരവാദിത്തം ആത്യന്തികമായിട്ട് വരുന്നത് തീർച്ചയായിട്ടും സ്പീക്കറുടെ മേലാണ്. സ്പീക്കർ ഈ കാര്യത്തിൽ ഉത്തരം പറയണം. നക്ഷത്ര ചിഹ്നം മായ്ക്കാനോ അല്ലെങ്കിൽ ഇട്ട നക്ഷത്രം വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിടാനൊന്നും സ്പീക്കർക്ക് യാതൊരു അധികാരവുമില്ല. അതിനുള്ള അധികാരമൊന്നും നമ്മുടെ ഭരണഘടന ഒരു സ്പീക്കർക്ക് കൊടുത്തിട്ടുമില്ല. ശ്രീ ജയശങ്കർ, ഇപ്പോൾ PR-മായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അടിയന്തര പ്രമേയ നോട്ടീസിൽ ഒരു കാര്യമായി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി സർക്കാരിനെ പ്രതിരോധത്തിൽ നിർത്താൻ പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു കാര്യം, അതിപ്പോ ഹിന്ദു ദിനപത്രം അതിൽ വിശദീകരണം നൽകിയിട്ടുണ്ട്. ഹിന്ദു ദിനപത്രം നിങ്ങളെപ്പോലെയൊന്നുമല്ല, നിങ്ങൾ ഒരിക്കലും ചെയ്യാത്ത തെറ്റുതിരുത്ത് എന്ന നിലപാട് ഹിന്ദു മാന്യമായി പ്രവർത്തിക്കുന്നതിലൂടെ കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഒക്കെ പ്രതിരോധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിൽ കൃത്യമായ ഒരു ചോദ്യമുണ്ട്. അങ്ങനെ ഈ പറയുന്ന PR ഏജൻസി സമീപിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹിന്ദുവിന്റെ വിശദീകരണത്തിന്റെ ആദ്യത്തെ സെന്റൻസ് തന്നെ തുടങ്ങുന്നത്. ആ PR ഏജൻസി ഹിന്ദുവിനെ സമീപിച്ചു എന്ന് ഹിന്ദു അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് ഒരിടത്തും ഇവരാരും പറഞ്ഞിട്ടില്ല. അല്ല, PR ഏജൻസിയെ മുഖ്യമന്ത്രി നിയോഗിച്ചതിൽ അങ്ങനെ തെറ്റൊന്നുമില്ല. മുഖ്യമന്ത്രി ആ കാര്യം ഏറ്റുപറയണമെന്ന് മാത്രം. ഞാൻ സ്ഥിരമായി PR ഏജൻസികളെ ഏൽപ്പിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ മതി. PR ഏജൻസികളെ ഏൽപ്പിക്കുന്ന എത്രയോ നേതാക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. ഭരണപക്ഷത്തുണ്ട്, പ്രതിപക്ഷത്തുണ്ട്. രാജ്യവ്യാപകമായിട്ടുണ്ട്. പല മുഖ്യമന്ത്രിമാരും ഈ PR ഏജൻസിയുടെ പുറത്താണ് നിൽക്കുന്നത്, തന്നെ നിലനിൽക്കുന്നത്. പാർട്ടിക്കകത്തുള്ള ശത്രുക്കളെ ഒതുക്കാൻ വേണ്ടി പോലും PR ഏജൻസികളെ പല നേതാക്കന്മാരും അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അതൊന്നും പുതിയ കാര്യമല്ല. പക്ഷേ കേരള മുഖ്യമന്ത്രി ഇരട്ടച്ചങ്കരായതുകൊണ്ട് അല്ലെങ്കിൽ കാരണഭൂതനായതുകൊണ്ട് പുള്ളി PR ഏജൻസി ഉണ്ടെന്ന് സമ്മതിക്കുന്നില്ല. അവിടെയാണ് തെറ്റ്. അദ്ദേഹത്തിന് പറയാം, ഞാൻ ആവശ്യമുള്ള സമയത്ത് PR ഏജൻസിയെ ഉപയോഗിക്കാറുണ്ട്, പ്രത്യേകിച്ച് ദേശീയ മാധ്യമങ്ങളിൽ ഇൻ്റർവ്യൂ നൽകുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നേ ഉള്ളൂ. അല്ലാണ്ട് PR ഏജൻസി വെക്കുന്ന അത്ര വലിയ മഹാപാതകമൊന്നുമല്ല ഇപ്പോഴത്തെ കാലത്ത്. പക്ഷേ അദ്ദേഹം അത് സമ്മതിക്കാൻ തയ്യാറില്ല എന്നിടത്താണ് പ്രശ്നം. അതൊന്ന്. രണ്ടാമത്, ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ PR ഏജൻസിക്കാർ അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ കൂടി ചെലുത്താൻ ബന്ധപ്പെട്ട ലേഖികയെ നിർബന്ധിക്കുന്നു. ലേഖിക അതിന് വഴങ്ങിയത് വേറൊരു തെറ്റാണ്. എങ്കിൽ പോലും അങ്ങനെ ഒരു തിരുത്ത് അവർ വരുത്തുന്നു. അത് വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമല്ലേ. കേരള മുഖ്യമന്ത്രിയുടെ അഭിമുഖ സംഭാഷണം എടുക്കും, അതിൽ PR ഏജൻസിക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ ചേർക്കും എന്ന് പറയുന്നിടത്താണ് അതിൻ്റെ ഗൗരവം. അല്ലാതെ മുഖ്യമന്ത്രി PR ഏജൻസി ഏൽപ്പിച്ചതല്ല. അവിടെ അദ്ദേഹം എനിക്ക് PR ഇല്ല എന്ന് നേരത്തെ പറഞ്ഞു, ഇപ്പോൾ PR ഉണ്ട്, അതിനുശേഷം ഞാൻ PR-നെ എൻഗേജ് ചെയ്യുന്നു അദ്ദേഹത്തിന് വേണ്ടി പറഞ്ഞു നിൽക്കാം. പക്ഷേ അദ്ദേഹം പറയുന്നത് അതല്ല. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് അറിയാനേ വയ്യ. ഹിന്ദുവിൻ്റെ ലേഖ അദ്ദേഹത്തെ സമീപിക്കും, അദ്ദേഹം ഇൻ്റർവ്യൂവിൽ സമ്മതിക്കും, അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറയും, അത് എഴുതിയെടുക്കും. അത് കഴിഞ്ഞ് PR ഏജൻസിക്കാരനാണെന്ന് പുള്ളിക്ക് അറിയില്ല. പുള്ളിക്ക് പരിചയമില്ലാത്ത ഏതോ 1-2 ആളുകൾ അവിടെ വന്നിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത് വേറൊരു മുഖ്യമന്ത്രിയുടെ നമുക്ക് മനസ്സിലാക്കാം. ഇത് ഉമ്മൻചാണ്ടിയുടെ ഒരു ഇൻ്റർവ്യൂ ആണെങ്കിൽ അവിടെ വഴിയെ പോകുന്ന ആൾക്കാരൊക്കെ തെക്ക് വടക്ക് നടക്കുന്നവരൊക്കെ അവിടെ വന്നിരിക്കും. അവർ പല അഭിപ്രായങ്ങൾ പറയുകയൊക്കെ ചെയ്യും. നമുക്ക് ഊഹിക്കാവുന്നു. പക്ഷേ പിണറായി വിജയനാണെന്ന് ആലോചിക്കണം. അദ്ദേഹം ഇരിക്കുന്നിടത്ത് സാധാരണ കാക്ക വിലങ്ങനെ പറക്കില്ല. അങ്ങനത്തെ ഒരു മുഖ്യമന്ത്രി മൈക്കിനോട് വരെ കലഹിക്കുന്ന, ദേഷ്യപ്പെടുന്ന, അവതാരകരോട് തട്ടിക്കയറുന്ന മുഖ്യമന്ത്രിയാണെന്ന് ആലോചിക്കണം. അദ്ദേഹം ഇരിക്കുമ്പോൾ ഏതോ ചില ആളുകൾ അപ്പുറം ഇപ്പുറം വന്നിരുന്നു. അത് ആരെന്ന് പോലും പുള്ളിക്ക് അറിയില്ല. ഇതാണ് പുള്ളിയുടെ അവസ്ഥ. ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കും? അവരുടെ പാർട്ടിയുടെ ഏറ്റവും വലിയ അന്ധവിശ്വാസികൾ പോലും വിശ്വസിക്കുകയില്ല. ഒരാൾക്കും വിശ്വാസയോഗ്യമായിട്ടുള്ള കാര്യമല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവമായിട്ട് പൊരുത്തപ്പെടുന്ന ഒരു കാര്യമല്ല. പിന്നെ മുഖ്യമന്ത്രി സമർത്ഥമായിട്ട് ചിരിക്കാൻ പഠിച്ചു എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ അകത്ത് ആകെ പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നൊരു കാര്യം. അതും ചിലപ്പോൾ PR ഏജൻസിക്കാരുടെ ഉപദേശപ്രകാരമാണോ എന്നുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ സംശയിക്കേണ്ടതായിട്ടിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് ധാർഷ്ട്യവും ശുണ്ഠിയുമാണ്. കണ്ട ജനത്തോട് ശുണ്ഠി കടിക്കും, രണ്ടാം വാക്കിന് കയറിയടിക്കും എന്ന് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ മുന്നിൽ കണ്ടുകൊണ്ടാണോ എന്നുകൂടി നമ്മൾ സംശയിക്കേണ്ടതായിട്ടിരിക്കും.